സ്വന്തം പ്രാണൻ നൽകി മറ്റൊരു ജീവൻ രക്ഷിച്ച രാജേഷിൻ്റെ കുടുംബത്തെ കാണാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെത്തി. രാജേഷിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് സർക്കാർ കാണിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. രാജേഷിൻ്റെ ഭവന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കുടുംബം നേരിടുന്ന കടബാധ്യതയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് ഇപ്പോഴത്തെ സ്ഥിതി, ഈ രണ്ട് മക്കൾ രാജേഷിൻ്റെ മക്കളാണ്. അതോടൊപ്പം ഇവരുടെ അമ്മയെ രാജേഷിൻ്റെ ഭാര്യയായിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ ഒരു പരിശോധനയിലേക്കല്ല ഞാനിപ്പോൾ കണക്കുന്നത്. അങ്ങേയറ്റം അനാദരവാണ് നിർഭാഗ്യവശാൽ രാജേഷിൻ്റെ മരണശേഷം ആ ശരീരത്തോട് കാണിക്കും. ഒരു തരത്തിലും നമ്മുടെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അവരിനു വേണ്ടി ജീവൻ നൽകിയ ഒരു മനുഷ്യനെ എല്ലാം മറന്ന് ആദരിക്കുന്ന സമൂഹമാണ് കേരളീയ സമൂഹം. ആ കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഇനി വേണ്ടത് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണമാണ്. രാജേഷിൻ്റെ കുടുംബം അനാഥമാകാൻ പാടില്ല. ആ കാര്യത്തിൽ നേരത്തെ സംസ്ഥാനം സ്വീകരിച്ച മാതൃകകളുണ്ട്. ഇതുപോലുള്ള അവരിനു വേണ്ടിയുള്ള ജീവത്യാഗത്തിന് സംസ്ഥാനം സ്വീകരിച്ച മാതൃകകൾ പിന്തുടരാൻ സർക്കാർ തയ്യാറാകും. അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ രാജേഷിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. 1-2 ബാങ്കിൽ ആ കടം ഡ്യൂവായി കിടക്കുന്നു. അത് തിരിച്ചടക്കുന്നതിനുള്ള സഹായം സർക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കുടുംബത്തിൻ്റെ സംരക്ഷണം, ആ കാര്യത്തിൽ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. വ്യക്തമായും സർക്കാർ തീരുമാനിക്കണം. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ഈ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തിന് രാജേഷിൻ്റെ വേർപാടിൻ്റെ ഭാഗമായി മറ്റൊന്നുകൊണ്ടും ആ വേർപാട് നികത്താനാകില്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് രാജേഷിൻ്റെ ഭാര്യയുടെ ജോലിക്കാര്യം പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ സർക്കാരിനാവണം. അതോടൊപ്പം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടത്തുന്നതിന് തുടർന്നുള്ള സഹായം ഉറപ്പുവരുത്തും. അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. രണ്ട് കുട്ടികളുടെയും തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് സർക്കാർ പിന്തുണ ഉറപ്പാക്കാനാകും. അതോടൊപ്പം ഇപ്പോൾ രാജേഷ് താമസിക്കുന്ന വീട്, നാം എല്ലാവരും ആ വീട് കണ്ടു. അത് കാലോചിതമായി നല്ല വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. എന്ത് ചെയ്താലും അതൊന്നും രാജേഷിൻ്റെ കാര്യത്തിൽ അധികമാകില്ല. അത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ബലികൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് സർക്കാർ പെട്ടെന്ന് തന്നെ നടപടികൾ നീക്കണം എന്നതാണ്. MLA-മാരായ മുഹമ്മദ് റിയാസ്, വി ജോയ്, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനോടൊപ്പം അനുഗമിച്ചു.